നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മളോട് സംസാരിക്കുന്നത് മലപ്പുറം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആഷിഖ് ബാബു സാർ. ഇന്നലെ ജൂലൈ 10 കർഷക ദിനമായിരുന്നു, മത്സ്യകർഷക ദിനമായിരുന്നു. അതിൽ സ്റ്റേറ്റ് ലെവലിൽ വിവിധ രംഗത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമുക്ക് മത്സ്യ വിത്ത് ഉൽപ്പാദന യൂണിറ്റിൽ നമുക്ക് നിസാമുദ്ദീന് ഒരു അവാർഡുണ്ട്. അതൊരു സന്തോഷകരമായ കാര്യമാണ്. അതാണ് നിസാമുദ്ദീൻ, നിർമ്മരുതൂർ സ്വദേശിയാണ്. ഏതായാലും ഈ സന്തോഷകരമായ വേളയിൽ നമ്മൾ ഈ ടീം ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മലപ്പുറത്തുനിന്ന് കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരു 10-16 പേരുള്ള ടീമുണ്ട്. വളരെ സന്തോഷകരമായ യാത്രയായിരുന്നു സഫർ ട്രാവൽസിൻ്റെ വക. എല്ലാവർക്കും എല്ലാ ആശംസകളും. സംസ്ഥാന സർക്കാരിൻ്റെ മത്സ്യ കർഷക സംഗമവും അവാർഡ് വിതരണവുമാണ് ഇന്ന് നടക്കുന്നത്. മത്സ്യ കർഷകരും ഉദ്യോഗസ്ഥരും അടങ്ങിയ ഒരു സംഘമായാണ് ഞങ്ങൾ മലപ്പുറത്ത് നിന്നും കൊട്ടാരക്കരയിലേക്ക് തിരിച്ചെത്തുന്നത്. ഞങ്ങളുടെ കൂടെ മത്സ്യ കൃഷി അവാർഡിന് അർഹനായിട്ടുള്ള തിരൂർ സ്വദേശിയായ നിസാമുദ്ദീനും കൂടെയുണ്ട്. മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മത്സ്യ കർഷകരും അടങ്ങിയ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണിത്. വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനായ ചടങ്ങിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ വിതരണം ചെയ്തു. ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന പദ്ധതിയുടെ ഭാഗമായി മികച്ച രീതിയിൽ പ്രവർത്തിച്ച പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവകൾക്കുള്ള അവാർഡുകളും ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ യാത്രകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.